അടിപൊളി ഏരിയയാണ് കേട്ടോ. ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? ഇന്ന് ഒരു വാക്കിന് ഇറങ്ങിയതാണ്. നമ്മളിവിടെ അടുത്തൊരു ബീച്ചുണ്ട് ലാസ്റ്റ് സൈഡിൽ, അങ്ങോട്ട് പോകാൻ കരുതി ഇറങ്ങിയതാണ്. എനിക്കിവിടെ നിന്നൊരു 3-4 കിലോമീറ്റർ നടക്കാനുണ്ട് എന്തായാലും ഓൺ സൈഡ്. ഇപ്പോൾ ടോട്ടൽ ഒരു 8 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ എന്തായാലും വേണ്ടി വരും. നല്ല വെയിലുണ്ട്, പക്ഷേ എന്തായാലും നടക്കാമെന്ന് വിചാരിച്ച് തന്നെ ഇറങ്ങിയത്. എന്തായാലും ഇന്ന് ഇവിടെ പോയി വീഡിയോ എടുക്കാം എന്നൊക്കെ കരുതിയ ഇറങ്ങിയത് വൈകുന്നേരമായപ്പോൾ. നല്ല വെയിൽ. ഒന്ന വഴിക്ക് ഒരു ചെറിയ തോട് പോലെയൊക്കെ ഉണ്ട്. അവിടെ നിറയെ മീനൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് ഞാൻ ഇവിടെ പോയിട്ടുണ്ട്. പണ്ട് ഞാൻ അവിടെ പോയപ്പോഴത്തേക്ക് അവിടെ ഒരു കല്ലുങ്കൊക്കെ ഉണ്ടായിരുന്നു, ഇരിക്കാനായിട്ടുള്ള സെറ്റപ്പും എല്ലാം ആയിട്ട് നല്ല രസമായിരുന്നു. ഒരു നാട്ടിലൊരു വൈബൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നും കാണാനില്ല, എടുത്ത് മാറ്റിയെന്നാണ് തോന്നുന്നത്. അടിപൊളി ഏരിയയാണ് കേട്ടോ. എല്ലാവരും പറഞ്ഞ നമ്മളെ ദാർസൈറ്റ് സ്കൂളൊക്കെ ഉണ്ടല്ലോ, അങ്ങോട്ട് പോകുന്ന ഏരിയ ഇത്. ഞാനിപ്പോൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് കറക്റ്റ് പറഞ്ഞാൽ ദാർസൈറ്റ് ബീച്ചാണ്. അത് നമ്മുടെ ഈ ദാർസൈറ്റ് ഇന്ത്യൻ സ്കൂളൊക്കെ ഇല്ല, ആ റോഡ് നേരെ പോയാൽ മതി. ഒന്നും അറിയത്തില്ല, പക്ഷെ കുറേ പേർക്കറിയാം. അടുത്ത് കുറച്ച് വ്ളോഗിലൊക്കെ വന്ന് ഈ സ്ഥലം ഒന്ന് വൈറലായിരുന്നു. ഞാനിവിടെ പണ്ടേ പോയി ഇരിക്കുന്നൊരു സ്ഥലമായതുകൊണ്ട് തന്നെ എനിക്കതറിയാം. ഇടയ്ക്ക് ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് ഇടയ്ക്ക് നോമ്പ് തുറക്കാനൊക്കെ നമ്മൾ പോകുന്ന സ്ഥലമായത്. ഇന്നലെ ഞാൻ ചെന്നപ്പോൾ പക്ഷെ കടലൊക്കെ കുറച്ച് കയറി കിടക്കുമായിരുന്നു, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. സർഫിംഗ് ബോർഡൊക്കെ ഉണ്ടല്ലോ, ഒരു ചെറിയ കടൽ പാലം പോലെയൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഞാൻ അങ്ങോട്ട് കയറണ്ടെന്നാണ് വിചാരിച്ചത്, കാരണം തിര അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കയറി ഉറപ്പായിട്ടും നനയും. എന്നിട്ട് ലാസ്റ്റ് ഞാൻ പോയി കയറി. അങ്ങ് അറ്റം വരെ പോകാൻ പറ്റില്ല, അവിടെ കുറേ ആൾക്കാരൊക്കെ ഇന്ന് മീൻ പിടിച്ചുകൊണ്ടും ചൂണ്ടയിട്ടുണ്ടൊക്കെ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ ഏകദേശം സന്ധ്യ കഴിഞ്ഞ് സൂര്യനൊക്കെ അസ്തമിച്ച് കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്ന് എന്നിട്ടാണ് പതുക്കെ തിരിച്ച് കിടന്നത്. പിന്നെ ചാനൽ കാണുന്ന നിങ്ങളോടാണ്, നിങ്ങൾക്ക് കണ്ടൻറ്റ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻ്റ് ഇടുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു പ്രചോദനം. അപ്പോൾ ശരി, ഓക്കെ, ബൈ ഗൈസ്.